ഹരിയേട്ടൻ എല്ലാം അറിഞ്ഞിട്ടും യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നല്ലോ എന്ന് കൃഷ്ണ ഓർത്തു. സാധാരണ രീതിയിലാണ് പെരുമാറിയത്. എല്ലാം അറിയുമ്പോൾ തകർന്നു പോകുമെന്ന് കരുതിയ ഹരിയേട്ടൻ ഒരു മാറ്റവും ഇല്ലാതെ പഴയ പോലെ തന്നെ പെരുമാറിയിട്ടുണ്ട് തന്നോട്. അതെന്തുകൊണ്ടാകും? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയായിരുന്നു തൻ്റെ മുന്നിൽ. അവൾക്ക് ആശയക്കുഴപ്പം ഉണ്ടായി. അഭി മറ്റെന്തൊക്കെയോ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവളൊന്നും കേട്ടില്ല. ഹരിയുടെ കഴിഞ്ഞ സമയത്തെ പെരുമാറ്റങ്ങൾ അവൾ മനസ്സിൽ കീറി മുറിച്ച് പരിശോധിക്കുകയായിരുന്നു. മുമ്പില്ലാത്തതുപോലെ രണ്ടുപേരുമായി അടിക്കടി തന്നെ കാണാൻ വരുന്നതും താനും അഭിയേട്ടനും അവരെ കാണാൻ പോകുന്നതുമെല്ലാം ഹരിയേട്ടൻ സത്യങ്ങൾ അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണോ? ഒരിക്കലും തന്നിൽ നിന്നും അകന്നു പോകരുതെന്ന ഹരിയേട്ടൻ്റെ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ അഭിയേട്ടനും മീനച്ചേച്ചിയും വാങ്ങിക്കൊടുക്കുന്നതാണോ ഇതൊക്കെ? അവളുടെ മനസ്സ് കലങ്ങി മറിഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചു. കുറച്ചു നാളുകൾ കൂടി തിരികെ വീട്ടിലെത്തിയതിൻ്റെ പ്രസരിപ്പ് കൃഷ്ണക്കും ഉണ്ടായിരുന്നു. അവളെ കണ്ടതും മീനാക്ഷി സന്തോഷത്തോടെ വന്ന് കെട്ടിപ്പിടിച്ചു. അഭിയെയും അവളെയും അകത്തേക്ക് ക്ഷണിച്ചു. കൃഷ്ണയുടെ കണ്ണുകൾ ഹരിയെ തേടി. ഹരിയേട്ടൻ അകത്തുണ്ട്, അവളുടെ നോട്ടം മനസ്സിലാക്കി മീനാക്ഷി പറഞ്ഞു. എന്നാൽ അവൾ ഹരിയെ കാണാൻ കൂട്ടാക്കിയില്ല. അവനോട് സംസാരിക്കാൻ കൃഷ്ണക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നി. നിശ്ചയ ചടങ്ങുകൾ കഴിയുന്നതുവരെയും അവൾ ഹരിയുടെ അടുത്തേക്ക് മനഃപൂർവ്വം പോകാതെ നിന്നു. അവൻ സംസാരിക്കാൻ വരുന്നതും അവൾ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഉള്ളിലെന്താ ഒരു വല്ലായ്മ. അവനോട് സംസാരിക്കാൻ കഴിയുന്നില്ല. അഭി അത് ശ്രദ്ധിക്കുകയും ചെയ്തു. നിശ്ചയം ഭംഗിയായി നടന്നു. ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞു. ശ്രാവണവും കുടുംബവും തിരികെ പോയിരുന്നു. ബന്ധുക്കൾ മാത്രം അവിടെ അവശേഷിച്ചു. മീനാക്ഷി ഇടക്ക് വന്ന് ചോദിച്ചെങ്കിലും അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു. എന്നാൽ തലേന്ന് താൻ കൃഷ്ണയോട് സംസാരിച്ചതൊക്കെ അഭി പറഞ്ഞതും മീനാക്ഷിക്ക് കാര്യം പിടികിട്ടി. സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കൃഷ്ണ ഒഴിഞ്ഞു മാറി നടക്കുന്നത്. അവൾ തന്നെ നിർബന്ധിച്ച കൃഷ്ണയെ കൂട്ടിക്കൊണ്ട് ഹരിയുടെ മുന്നിലേക്ക് എത്തിച്ചു. അകത്തെ മുറിയിൽ ധനിയോടും സംസാരിച്ചിരിക്കുകയായിരുന്നു അവൻ. കൃഷ്ണയെ കണ്ടതും അവൻ്റെ മുഖം വിടർന്നു. ഹരിയേട്ടൻ്റെ ഹൃദയസഖി ഇതേ നിൽക്കുന്നു. രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വാ, മീനാക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ധനിയെയും കൂട്ടി മുറി വിട്ടുപോയി. അവൾക്കെല്ലാം മനസ്സിലായെന്ന് ഹരിക്ക് ബോധ്യമായി. കൃഷ്ണക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. എന്താ സംസാരിക്കുക എന്നൊരു ശങ്ക ഇരുവർക്കും ഇടയിലുണ്ടായി. നിനക്കും എന്നെ ഇഷ്ടമായിരുന്നു അല്ലടി തീപ്പെട്ടിക്കൊള്ളി? കുറച്ചു നേരത്തിന് ശബ്ദത്തിന് ശേഷം ഹരി കുസൃതിയോടെ ചോദിച്ചു. മറുപടി പറയാനാകാതെ അവൾ ഹരിയെ നോക്കി നിന്നു. ഒരുപാട് വൈകിപ്പോയി. ഞാൻ നിന്റെ ഇഷ്ടം അറിയാൻ. ഒരുപാട്. അവൻ്റെ കണ്ണുകൾ ചെമ്മിയടഞ്ഞു. ഹരിയേട്ടനും എല്ലാം അറിയാമായിരുന്നു അല്ലേ? എല്ലാം അറിഞ്ഞിട്ടും ഉള്ളിൽ ഒളിപ്പിച്ചു അല്ലേ എന്നോട് പെരുമാറിയത്? അവൾ ചോദിച്ചു. നീയും എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് നടന്നല്ലേ കുറേ നാൾ? ഞാൻ പലതവണ ചോദിച്ചിട്ടും ഒന്നും പറയാതെ അവൻ തിരികെ ചോദിച്ചു. അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അഭി ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് മീനാക്ഷി എന്നോടെല്ലാം പറഞ്ഞിരുന്നു. ആദ്യം കേട്ടപ്പോൾ ഉണ്ടായ വികാരം എനിക്കറിയില്ല. ദേഷ്യമാണോ സങ്കടമാണോ എന്നറിയാത്ത അവസ്ഥ. തിരിച്ചറിയാൻ വൈകിയതിനേക്കാൾ സങ്കടം തോന്നിയത് നീ ഒരിക്കൽ പോലും എന്നോട് ഇതൊക്കെ പറയാതിരുന്നത് കൊണ്ടാണ്. അവൻ്റെ ശബ്ദം ഇടറി. നീ അറിയാത്ത എന്തെങ്കിലും കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ കൃഷ്ണൻ? എല്ലാം നിന്നോടല്ലേ ഞാൻ പറയുക. നിന്നോട് ഉണ്ടായിരുന്ന ഇഷ്ടം പോലും എനിക്ക് വേണമെങ്കിൽ മറച്ചു വെക്കാമായിരുന്നു. എന്നിട്ടും ഞാനത് തുറന്നു പറഞ്ഞു. നിനക്ക് എന്നോടെങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ പറയാൻ ഒരുപാട് അവസരങ്ങൾ ഒരുക്കി. എന്നിട്ടും നീ ഒരു തമാശ പോലെയെങ്കിലും എന്നെ അറിയിക്കാമായിരുന്നു നിനക്ക്. ഇന്നിപ്പോൾ മീനു പറഞ്ഞ് അറിയേണ്ടി വരുന്നതിന് സത്യങ്ങളെല്ലാം അവൻ പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ഹരിയേട്ടനും അറിയാവുന്നതല്ലേ? മീനു ചേച്ചിക്ക് അവകാശപ്പെട്ട ആളെ പിടിച്ചു വാങ്ങാൻ മനസ്സനുവദിച്ചില്ല. ചേച്ചി അത്രക്ക് സ്നേഹിക്കുന്നുണ്ട് ഹരിയേട്ടനെ. എനിക്കറിയാം അത്, അവൾ പറഞ്ഞു. ഹരി മൗനമായി നിന്നു. ഒരു തരത്തിൽ ആ ഇഷ്ടം നീയും ഞാനും തിരിച്ചറിയപ്പെടാതെ പോയത് നന്നായി. അതുകൊണ്ടല്ലേ എനിക്ക് മീനുവിനെയും നിനക്ക് അഭിയേയും കിട്ടിയത്? ഹരി വീണ്ടും ചിരിച്ചു. അന്നൊരിക്കൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നമ്മുടെ കാവിൽ വെച്ച് കല്യാണത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നമുക്കിടയിൽ ആരും വരേണ്ടിയിരുന്നില്ലെന്ന്. അഭിയും മീനും ആരും ഇല്ലാതെ ഞാനും നീയും മാത്രം. അവൾ മൂളിക്കെട്ടു. പക്ഷേ നമുക്കിടയിൽ ആരൊക്കെ വന്നാലും ഞാനും നീയുമായി തന്നെ നമുക്കിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യം മറ്റൊന്നില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അവൻ ചിരിച്ചു. തീർച്ചയായും. കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. നമുക്കിടയിൽ അഭിയേട്ടനും മീനുചേച്ചിയും വന്നതിന് ശേഷവും ഞാനും ഹരിയേട്ടനും പഴയതുപോലെ തന്നെയല്ലേ? പുറമൊരകലം പാലിക്കുന്നുവെങ്കിലും നമ്മുടെ മനസ്സുകൾ തമ്മിൽ അകന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കൃഷ്ണ മന്ത്രിച്ചു. ഹരി അവളുടെ കൈകളെ കവർന്നു. നമുക്കിടയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, ഇനി വരികയുമില്ല. എന്നും എൻ്റെ ഹൃദയസഖി കൃഷ്ണവേണി തന്നെയായിരിക്കും. അന്നൊരിക്കൽ നീ പറഞ്ഞതുപോലെ ദൈവവിധി ഇതായിരുന്നു. എനിക്ക് മീനവും നിനക്ക് അഭിയും. നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ കൃഷ്ണൻ. അന്നും ഇന്നും അതിലൊരു മാറ്റവും വരില്ല, ആരൊക്കെ വന്നാലും. പക്ഷെ ഞാൻ പ്രണയിക്കുന്ന മീനാക്ഷിയാണ്. എൻ്റെ പ്രണയത്തിന് അവകാശം അവൾ മാത്രമായിരിക്കും. മീനു എന്നെ സ്നേഹിക്കുന്നതിൻ്റെ പകുതി പോലും നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് അവളെ പ്രണയിക്കണം. ഈ ജന്മം മുഴുവൻ എൻ്റേത് മാത്രമായി, എൻ്റെ ജീവൻ്റെ പതിയായി. കൃഷ്ണ നിറമെഴുകളോട് അവനെ നോക്കി നിന്നു. നീ അഭിയെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ പ്രണയത്തിൻ്റെ അവകാശം അവൻ മാത്രവുമായിരിക്കും. നിനക്കായി ദൈവം നൽകിയ നിധി തന്നെയേ അവൻ.
ആ കുടുംബം, അവരുടെ സ്നേഹം, ഇതെല്ലാം നിനക്ക് വേണ്ടി ദൈവം തീരുമാനിക്കപ്പെട്ടത് തന്നെയാണ്. ഒരു പക്ഷേ നീ എന്നോടൊപ്പം ജീവിച്ചാൽ ഒരിക്കലും ഇതൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ എന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാനാകാത്ത വിഷമമായിരുന്നു. പക്ഷെ അബിയെയും കുടുംബത്തെയും തിരിച്ചറിഞ്ഞപ്പോൾ, അവർ നിന്നെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ എല്ലാ വിഷമവും മാറി. നീ സന്തോഷമായിരിക്കണം എന്നും എപ്പോഴും. അത്ര മാത്രമേ ഉള്ളൂ എനിക്ക്. നിറഞ്ഞു നിന്ന കൃഷ്ണയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഹരി പറഞ്ഞു. മീനാക്ഷിയോടൊപ്പം എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ് നീയും. അവൾ എൻ്റെ ജീവന്റെ പാതിയാണ്, എന്നിലെ പ്രണയമാണ്. പക്ഷെ ഞാൻ പൂർണ്ണനാകണമെങ്കിൽ എന്നോടൊപ്പം നീയും ഉണ്ടാകണം, എൻ്റെ ഹൃദയത്തിൻ്റെ തോഴിയായി. അവൻ കുസൃതി നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി പറഞ്ഞു. തീർച്ചയായും ഉണ്ടാകും, അവൾ മറുപടി നൽകി. തൻ്റെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ ആത്മാവായി അഭിമന്യുവും ആത്മിത്രമായി ഹരിയേട്ടനും ഉണ്ടാകണമെന്ന് അവൾക്കറിയാമായിരുന്നു. ഒന്നുമില്ലാതിരുന്ന തന്നെ എന്തിനും ഏതിനും കൂടെ നിർത്തി ജീവിക്കാൻ പ്രേരിപ്പിച്ചത് തന്നെ ഹരിയാണ്. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായി അഭയും. എല്ലാത്തിനും ഉപരിയായി ഇപ്പോഴും തന്നെയും ഹരിയേട്ടനും ആത്മാർത്ഥമായി മനസ്സിലാക്കാൻ കഴിയുന്ന അഭിയേട്ടനും മീനുശേഷും. തങ്ങൾക്കിടയിലെ സൗഹൃദത്തിൽ അല്പം അകലം കാണിച്ചപ്പോഴേക്കും ആ അകലം കുറക്കാൻ മുൻകൈയെടുത്ത രണ്ടുപേർ. ഇങ്ങനെയുള്ള ജീവിത പങ്കാളിയെ കിട്ടിയ താനും ഹരിയേട്ടനുമല്ലേ സത്യത്തിൽ ഭാഗ്യം ചെയ്തവർ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൃഷ്ണയുടെ കണ്ണുകൾ തുടക്കുന്നതോടൊപ്പം തന്നെ ഹരി അവളെ മാറോട് ചേർത്ത് പിടിച്ചിരുന്നു. ചിലതൊക്കെ വൈകി തിരിച്ചറിയുന്നത് നല്ലത് തന്നെയാണല്ലേ? കൃഷ്ണ പതിയെ ചോദിച്ചു. അതെ, നമുക്ക് രണ്ടുപേർക്കും യോജിച്ച പങ്കാളിയെ കിട്ടാൻ ഈ വൈകിയ തിരിച്ചറിവ് തന്നെയാണ് നല്ലത്, അവൻ പറഞ്ഞു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഹരി അവളെ ചേർത്ത് പിടിച്ചു, മൂർധാവിൽ ചുംബിച്ചു. മനസ്സിൽ ഇരുണ്ടു കൂടിയ കാർമേഘങ്ങൾ എല്ലാം ഒഴിഞ്ഞുപോയി. മനസ്സ് തെളിഞ്ഞു. അതിനു സാക്ഷികളായി നിറഞ്ഞ പുഞ്ചിരിയോടെ അഭിയും മീനവും നിൽപ്പുണ്ടായിരുന്നു. വാതിൽപ്പടിയിൽ സൗഹൃദത്തിനും അതിർവരമ്പുകൾ തീർക്കാൻ ശ്രമിച്ച വാരിയോടും കൃഷ്ണയോടും മധുര പ്രതികാരം ചെയ്തതുപോലെ. അതോടൊപ്പം തന്നെ തങ്ങളുടെ ജീവന്റെ പാതയെ ഭ്രാന്തമായി സ്നേഹിച്ചുകൊണ്ട് ജീവൻ ഉള്ളിടത്ത കാലത്തോളം മുഴുവൻ ഇങ്ങനെ തന്നെ ആയിരിക്കണമേ എന്ന് കൃഷ്ണ മനമുരുകി പ്രാർത്ഥിച്ചു. മീനാക്ഷിയുടെ അനിയത്തിയായി, അഭിമന്യുവിൻ്റെ ഹൃദയമായി, ഹരിയുടെ ഹൃദയസഖിയായി.